ദേശീയ വാർത്തയിലേക്കാണ്. സോണിയാഗാന്ധി ഇനി രാജ്യസഭാംഗമാണ്. രാജസ്ഥാനിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അനൂപ് ദാസ് നമുക്കതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകും. അനൂപ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സോണിയാഗാന്ധി ഉണ്ടാകും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് കൂടിയാണ് രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി നോമിനേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നു. അനാരോഗ്യം ഉൾപ്പെടെ സോണിയാഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രചാരണങ്ങളിൽ നേരിട്ട് പോയി പങ്കെടുക്കാൻ സോണിയാഗാന്ധിക്ക് സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ കൂടിയാണ് സോണിയയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാമെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നിശ്ചയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന സീറ്റിൽ കോൺഗ്രസിന് ഉറപ്പായും ജയിപ്പിക്കാൻ കഴിയുന്ന സീറ്റുകളിലൊന്ന് സോണിയാഗാന്ധിക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ സോണിയാഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനൊന്നും തയ്യാറായി BJPയോ മറ്റു പാർട്ടികളോ തയ്യാറായിട്ടില്ല. എന്തായാലും എതിരില്ലാതെ സോണിയാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 99 മുതൽ ലോക്സഭയിൽ സജീവ സാന്നിധ്യമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഉൾപ്പെടെ നിന്നിരുന്ന സോണിയാഗാന്ധി ഇനിയിപ്പോൾ രാജ്യസഭയിലൂടെ കോൺഗ്രസിൻ്റെ ശബ്ദമായി മാറും.